നമസ്കാരം. നാളെ മാർച്ച് 16 തിങ്കളാഴ്ച പ്രദോഷമാണ്. തിങ്കളാഴ്ചകളിൽ വരുന്ന പ്രദോഷത്തെ സോമപ്രദോഷം എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. ശിവക്ഷേത്രത്തിൽ പോയി ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മഹാദേവനും പാർവതീദേവിയും സന്തുഷ്ടരായിരിക്കുന്ന ദിവസമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഈ സമയം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും വേഗം ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. മാസത്തിൽ ഒരു പ്രദോഷമെങ്കിലും അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. പ്രദോഷ ദിവസം രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ശിവപഞ്ചാക്ഷരി നാമം ചൊല്ലുക. നമ്മൾക്കറിയാവുന്ന മറ്റു ശിവനാമങ്ങളും ചൊല്ലിയ ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി കൂവളയില സമർപ്പിക്കാവുന്നതാണ്. കൂവളയില കൊണ്ട് കിട്ടിയ മാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പ്രദോഷവ്രതം എടുക്കുന്നത് വഴി ദാരിദ്ര്യ ദുഃഖ ശമനം, കീർത്തി, ശത്രുനാശം, രോഗശമനം, ആരോഗ്യം, സമ്പൽ സമൃദ്ധി എന്നിവയാണ് ഫലം. ഈ ഒരു പ്രദോഷ സമയം ശിവപാർവതിമാരെ വ്രതം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് സർവ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യവും വന്നു ചേരുന്നതും കാരണമാകും. ഈ സമയം പൂജ നടക്കുമ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും ഒപ്പം മറ്റ് ദേവീദേവന്മാരുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വ്രതമെടുക്കുന്നവർ പ്രദോഷ ദിവസം വൈകുന്നേരം കരിക്കും മറ്റ് ഫലവർഗ്ഗങ്ങളും ഭഗവാന് നീതിക്കാറുണ്ട്. അത് ദീപാരാധനയ്ക്ക് ശേഷം വാങ്ങി ഭക്ഷിക്കാവുന്നതാണ്. വ്രതമെടുക്കുന്നവർ അന്നദാനം നടത്തുന്നത് വളരെ പുണ്യമായി കരുതപ്പെടുന്നു. ഏത് വ്രതമാണെങ്കിലും അന്നദാനം വളരെ വളരെ പുണ്യമായൊരു പ്രവൃത്തിയാണ്. ഈ സൂര്യോദയത്തിന് മുമ്പും സൂര്യോദയത്തിന് ശേഷവുമുള്ള 1.5 മണിക്കൂർ സമയമാണ് പ്രദോഷത്തിന്റെ സമയമായി കണക്കാക്കപ്പെടുന്നത്. സൂര്യോദയത്തിന് ശേഷമുള്ള 1.5 മണിക്കൂർ സമയം പ്രദോഷ സന്ധ്യ എന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം ശിവക്ഷേത്രത്തിൽ പോയി അഭിഷേകം നടക്കുന്ന സമയം, അതായത് ചില ക്ഷേത്രങ്ങളിൽ രാവിലെ മാത്രമേ അഭിഷേകം കാണുള്ളൂ. അപ്പം അഭിഷേകം നടക്കുന്ന സമയം ഏതാണോ അപ്പോൾ പ്രദോഷത്തിന്റെ അന്ന് അഭിഷേകം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി നമ്മളെ കൊണ്ട് കഴിയാവുന്നത് പോലെ പാല് 1/4 ലിറ്ററോ 1/2 ലിറ്ററോ 1 ലിറ്ററോ നമ്മളെ കൊണ്ട് കഴിവിനനുസരിച്ച് വാങ്ങി അഭിഷേകത്തിനായി കൊടുക്കാവുന്നതാണ്. അങ്ങനെ പാലഭിഷേകം കണ്ട് തൊഴുത് ഈ ആഗ്രഹം പറഞ്ഞ് ഈ നാമം പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് വളരെ വേഗം നടത്തി തരുന്നതാണ്. അഭിഷേകം കണ്ടുകൊണ്ട് തന്നെ ഈ നാമം ചൊല്ലാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. നാമം ഇതാണ്: ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ശിവഗായത്രി മന്ത്രം തന്നെയാണ്. ഈ മന്ത്രം അഭിഷേക സമയത്ത് ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾ 57 തവണ ആണ് ചൊല്ലേണ്ടത്. നമ്മളുടെ ആഗ്രഹത്തിന്റെ വലുപ്പം അനുസരിച്ചാണ് അത് നടക്കാനെടുക്കുന്ന സമയവും. നമ്മൾ ചെറിയ ആഗ്രഹമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലെ വേഗം സാധിച്ചെടുക്കാവുന്നതാണ്. ഇനി വലിയ ആഗ്രഹമാണ് നമ്മളുടേതെങ്കിൽ ഈ പ്രദോഷ ദിവസം മുതൽ അടുത്ത പ്രദോഷം വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം, അതായത് അടുത്ത പ്രദോഷം എന്ന് പറയുമ്പോൾ അടുത്ത 15 ദിവസം വരെയാണ് പ്രദോഷം വരുന്നത്. അപ്പോൾ ഈ പ്രദോഷ ദിവസം വരെ ഈ ശിവഗായത്രി മന്ത്രം 57 തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്ത പ്രദോഷത്തിന് ക്ഷേത്രത്തിൽ പോയി വീണ്ടും ഇതുപോലെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നാമജപം നടത്തി അത് അവസാനിപ്പിക്കാവുന്നതുമാണ്. ഏതൊരു ന്യായമായ ആഗ്രഹവും ഈ കാര്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമുക്ക് തീർച്ചയായും സാധിച്ചു തരും. എല്ലാവർക്കും മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.